ഇതൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഒന്നും വേണ്ടാത്ത ഒരു ബട്ടർ ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത്. ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകം, ഉപ്പ്, ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓർ ചോപ്ഡ് ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് രണ്ടും കൂടി ചേർത്ത് വഴറ്റുക. അപ്പോൾ ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ അതെടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്ത ശേഷം അതേ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് ഈ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിപ്പോൾ ഒരു വൈറ്റ് കളറാണ്, ഇനി അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വഴറ്റാം. അത് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റും നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വഴറ്റാം. അത് കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ചേർത്തേക്കണത്. ആ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതാണ് കേട്ടോ. ഇത് ഒരു 10-12 അണ്ടിപ്പരിപ്പ് കാണും, അത് ഗ്രൈൻഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നു. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പേസ്റ്റ് ഒന്ന് ലൂസാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കസൂരി മേത്തിയും കൂടി ചേർത്തെടുത്താൽ മതി. ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.